നമുക്ക് ചുറ്റും ഒരുപാട് സാധ്യതകളുണ്ട്, ധാരാളം വരുമാന മാർഗങ്ങളുണ്ട്. മനസ്സ് തുറന്ന് അതിനെ കണ്ടെത്തുകയാണ് പ്രധാനം. മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളും ഒരു നല്ല ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതകളാണ്. നമസ്കാരം, ഞാൻ ശ്രീജ. നക്ഷത്രാസ് വ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ ഒരുപാട് ബിസിനസ് സാധ്യതകൾ നമുക്കുണ്ട്. അത്തരം ഒരു സാധ്യതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി ബിസിനസ്സിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും വളരെ വലിയ ഒരു സാധ്യതയുള്ളൊരു ബിസിനസ്സാണിത്. ഇപ്പോൾ ബേക്കറി ഐറ്റംസിനാണെങ്കിലും ഐസ്ക്രീമിനാണെങ്കിലും ഒക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ടൂട്ടി ഫ്രൂട്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിപണന സാധ്യതയും അത്ര വലുതാണ്. നമ്മുടെ അടുക്കളയിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ ധാരാളമായി ലഭിക്കുന്ന ഓമയ്ക്ക, കപ്പളങ്ങ അഥവാ പപ്പായയിൽ നിന്നാണ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പപ്പായ വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിനെ ഒന്ന് പുഴുങ്ങിയെടുത്ത് പഞ്ചസാര ലായനിയിൽ ഇട്ടൊന്ന് റെഡിയാക്കി അതിൽ കളറും ചേർത്ത് ഉണക്കി വരുമ്പോഴത്തേക്കും ടൂട്ടി ഫ്രൂട്ടി റെഡി. ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവർ മുതൽ, അതായത് കേക്കുകൾ പോലെയുള്ള ഹോം ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർ മുതൽ വലിയ കമ്പനികൾക്ക് വരെ നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമുക്ക് ലഭിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ആകൃതിയിലും നിറങ്ങളിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല മാർക്കറ്റുകളിലേക്ക് ഇത് എത്തിക്കാനും സാധിക്കും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, വളരെ വലിയ രീതിയിലുള്ളൊരു ബിസിനസ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പപ്പായ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ നിന്ന് പപ്പായ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാം. അതേപോലെ പഞ്ചസാരയാണെങ്കിലും നമുക്ക് ഹോൾസെയിലായിട്ട് നല്ല ക്വാളിറ്റിയുള്ള പഞ്ചസാര വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ ഇതിൽ ചേർക്കുന്നത് ഫുഡ് കളറാണ്. ആ ഫുഡ് കളറും നമുക്ക് വിപണിയിൽ ധാരാളമായിട്ട് ലഭിക്കും. നമ്മൾ ലാർജ് സ്കെയിലിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രയറൊക്കെ ആവശ്യമായിട്ട് വരും. എന്നാൽ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ആവശ്യമില്ല. വെയിലത്തൊക്കെ വെച്ച് ഉണക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 10 രൂപയുടെയും 15 രൂപയുടെയും ചെറിയ പാക്കുകൾ മുതൽ 1 കിലോയുടെയും 2 കിലോയുടെയും ഒക്കെ വലിയ പാക്കറ്റ് ഹോൾസെയിലായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ വെച്ച് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ റീറ്റെയിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ബേക്കറികളിൽ, അത്യാവശ്യം നല്ല ബേക്കറികളിൽ, അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കടകൾ തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം ചില കടകൾ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. അത്തരം കടകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ബോർഡ് ആയിട്ടും സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അങ്ങനെയല്ല, ഹോൾസെയിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നെങ്കിൽ ബോർമകളിൽ, ഐസ്ക്രീം ഉണ്ടാക്കുന്ന വലിയ കമ്പനികളിൽ, അതുപോലെ ഫ്രൂട്ടി ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിൽ, ബണ്ണ് വലിയ കമ്പനികളിൽ ഇതൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ എന്നാൽ നല്ല ലാഭം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളിൽ ഒന്നാണ് ടൂട്ടി ഫ്രൂട്ടി ബിസിനസ്. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ബിസിനസ്സും കൂടി ട്രൈ ചെയ്തോളൂ. തുടങ്ങുമ്പോൾ ഇന്ന് തന്നെ തുടങ്ങുക. ഇതിനൊന്നും അധികം പണച്ചെലവൊന്നും വരുന്നില്ല. നമുക്ക് ഫുഡ് ലൈസൻസ് ആവശ്യമാണ്, പാക്കിംഗ് ലൈസൻസ് ആവശ്യമാണ്. അതിനും അധികം പൈസയൊന്നും ആവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുക, നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് വരിക. മറ്റൊരു ബിസിനസ് ഐഡിയയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.